Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പകൽക്കാലം കൂടെ ദൈവദാസന്റെ യാമത്തിൽ ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ കർത്താവ് കൃപയാലിടയാക്കി തീർത്തു. ആമേൻ. അനേക ജീവിതങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാവകാശം ഒരുക്കി തന്ന കർത്താവിന് നന്ദി കരയേറ്റിക്കൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കട്ടെ പകൽക്കാലം അവർ കിടക്കുന്ന ഈ സുവിശേഷ സന്ദേശത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാനും കാണുന്നവരെയും കേൾക്കുന്നവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനും അപ്പോൾ തന്നെ വിവിധങ്ങളാകുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ട തന്റെ മക്കളെ ഓർക്കാൻ പ്രാർത്ഥിപ്പാനെല്ലാം കർത്താവ് കൃപയാലിടയാക്കി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതിശേഷം സന്ധ്യയുടെ യാമത്തിൽ യോജനവുമായിട്ട് ഇങ്ങനെ ഒന്ന് കടന്നു വന്ന മഹനെ വർഷിപ്പ് സെന്ററിന്റെ ഈ ഫേസ്ബുക്കിന്റെ ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവജനം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ മുന്നിൽ കടന്നു വരുന്നു. വരുവാൻ കർത്താവ് കൃപയാലിടയാക്കി തീർത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സന്ധ്യയുടെ യാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ വന്ദനം പറയുന്നു. കർത്താവിന്റെ കൃപ സകലരെയും മറയ്ക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. കേരളത്തിന്റെ പ്രദേശത്ത് ഘോരമായ മഴ നടക്കുന്നു. ഞാനായിരിക്കുന്ന ഈ ആന്ധ്രയുടെ പ്രദേശത്ത് ആമേൻ ദൈവത്തിന്റെ സ്തോത്രം ശക്തമായ ചൂട്, ആമേൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് പലരും ഈ സമയമൊക്കെ ഇരിക്കുന്നത്. ആമേൻ രാത്രിയുടെ യാമത്തിൽ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ AC ഉള്ളൊരു മുറിയുണ്ട്. അതിനകത്ത് കയറി സുഖമായിട്ട് ഉറങ്ങാൻ റെഡിയായിത്തീരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാം ആയിരിക്കുന്ന ഏത് മേഖലകളിലും നമ്മുടെ ഓരോരുത്തരെയും ക്ഷേമത്തോടെ കാക്കുന്ന കർത്താവിന്റെ വലിയ കൃപ അവൻ നമ്മെ ഓരോരുത്തരും ജയത്തോടെ നടത്തട്ടെ, മറയ്ക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സന്തോഷത്തോടെ സുവിശേഷം അറിയിക്കുന്നു. പലയിടങ്ങളിലും അതിനൊക്കെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അന്ത്യകാലത്ത് സംഭവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം കൂടെയാണ്. വചനം ദൈവത്തിന്റെ ആലോചന കൂടെയാണ്. അന്ത്യകാലത്ത് സുവിശേഷം കണ്ടെത്തുമോ എന്ന് പോലും അവൻ ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. വചനങ്ങളൊക്കെ ഓർക്കുമ്പോൾ, ഇന്നത്തെ സത്യ അനുഭവങ്ങളെ ഓരോ പ്രവൃത്തികളും കാണുമ്പോൾ ആശ്ചര്യമായി തോന്നാറുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. സുവിശേഷ വിരോധികൾ മാത്രമല്ല, ആമേൻ കൂടെ നിൽക്കുന്നവർക്കും അവർക്ക് യോഗ്യമല്ലാത്ത രൂപത്തിൽ വരുമ്പോൾ, അവർക്ക് സാധിക്കാതെ വരുന്ന പല കാര്യങ്ങൾക്കും അത് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ അവരുകൂടെ വേണമെങ്കിൽ ഇതിനൊക്കെ സ്തോത്രം പ്രതിബന്ധമായി നിന്നു വരാം. ഹല്ലേലൂയ. എന്നാൽ എല്ലാവരും ഒരുപോലെ കർത്താവ് ഒരു മാനസാന്തരത്തിലേക്ക് വഴി നടത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും കർത്താവ് ആ നിലകളിൽ ഒരുക്കട്ടെ. ഈ സന്ധ്യയുടെ യാമത്തിൽ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്ന ദൈവത്തിന്റെ വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അത് 102-ാം അധ്യായത്തിന്റെ 2-1 വാക്യങ്ങൾ. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് അല്ലെങ്കിൽ 1-2 വാക്യങ്ങൾ അങ്ങനെ അതിന്റെ ആയിക്കോട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. അതിലെ ചില ചിന്തകളുമായി ദൈവസന്നിധിയിൽ പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെട്ട പ്രാർത്ഥനയോടെ ഈ സമയം ആയിരിക്കുന്നു. അത് വാക്യം ഒന്ന് വായിക്കാം. കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുത്, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം നൽകണമേ. കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുത്, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം നൽകണമേ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. തിരുവചനവുമായി അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ സ്വർഗീയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എളിയവനെ നിറയ്ക്കണം. പകൽക്കാലം പ്രാർത്ഥിച്ച അനവധി വിഷയങ്ങളുണ്ട്. കർത്താവേ, സന്ധ്യയുടെ യാമത്തിൽ കടന്നു വരുന്ന ദൈവജനത്തിന്റെ വിവിധങ്ങളാದ ആവശ്യങ്ങളുണ്ട്.
അവർ നിലവിളിക്കുന്ന, അവർ ഭാരപ്പെടുന്ന, അവർ പ്രാർത്ഥിക്കുന്ന, വേദനിക്കുന്ന വിഷയങ്ങളുണ്ട്. അവയെല്ലാം കർത്താവ് തക്ക സമയത്ത് അവയ്ക്കെല്ലാം മറുപടി നൽകി നിലവിളി കേട്ട് അവരെ ആശ്വസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. നിന്റെ കൃപ, നിന്റെ ദയ, ശക്തി, കാവലെല്ലാം മയക്കുമാറാകണമേ. ഇത് പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ ഇത് സംസാരിക്കുന്ന എളിയവനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവവചനം ഘോഷിക്കാൻ ഇടയാക്കണമേ. കേൾവിക്കാരുടെ ഉള്ളത്തിലും ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അവരുടെ കാതുകളും അവരുടെ ഹൃദയങ്ങളും ഒരുപോലെ ശക്തീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പകൽ അത്ഭുതത്തിന്റെ പകലായി മാറട്ടെ കർത്താവേ. അവിടുത്തെ ശക്തി അയക്കുകയും കൃപയ്ക്കുള്ളിൽ മറിക്കുകയും ബലത്തോടെ നിർത്തുകയും ജയത്തോടെ നടത്തുകയും ചെയ്യേണ്ടതിനായി വിനയത്തോടെ പ്രാർത്ഥിക്കുന്ന ഇയാളുടെ പ്രാർത്ഥന കേട്ട് മനസ്സരിയേണ്ടതിനായി സ്തോത്രം. അത്യുന്നതിനെ നിന്റെ ദയ, അത്യുന്നതിനെ നിന്റെ കൃപ, അത്യുന്നതിനെ നിന്റെ ശക്തി. ആമേൻ. ഹല്ലേലൂയ. ഈ വചനം എവിടെയെല്ലാം ചെന്ന് ചേരുന്നുവോ അവിടെ എല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ദൈവ പ്രവൃത്തിക്കായി ശക്തീകരിക്കണം, മേഖലയ്ക്കുള്ളിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ, ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം വരണമേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ ഇടയാക്കി. കഷ്ട ദിവസത്തിൽ ദൈവത്തിന് സ്തോത്രം. ആമേൻ. കഷ്ട ദിവസങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞു വന്നിരിക്കും. അത് പഠിക്കുന്ന സ്കൂളിൽ പ്രോഗ്രാമിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി കാർഡൊക്കെ കൊടുത്തു വരും, പോസ്റ്റ് കാർഡ്. സ്തോത്രം. അതിന്റെ റിസൾട്ട് അറിയുന്ന ആ ദിവസമാകുമ്പോൾ വലിയ പ്രയാസമാണ്. ആമേ. പലരും ഇതേപോലെ കാണുമ്പോഴൊക്കെ നാളെ അറിയാമല്ലേ റിസൾട്ട് അറിയുന്നതേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ തോന്നും അതൊരു കഷ്ട ദിവസമാണെന്ന്. ആമേൻ. ഹല്ലേലൂയ. പഠിച്ചിരിക്കുന്നവരൊക്കെ നന്നായിട്ട് എഴുതിയത് കൊണ്ട് അവർക്ക് ജയിക്കാം. പഠിക്കാതെ വരുന്നവർക്ക് അതൊരു വലിയ പ്രയാസമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാനും അതുപോലെ ഭാരപ്പെട്ടിട്ടുണ്ട്, എഴുതുന്നൊന്നുമല്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രതീക്ഷയോടൊക്കെ എഴുതിയിട്ട് ഒരു റിസൾട്ട് വന്നപ്പോൾ പരാജയപ്പെട്ടു പോയി. വീട്ടിലെന്നോട് ചോദിച്ചു എന്താണ് അങ്ങനെ പറ്റിയത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന ചോദ്യമായിരുന്നു, അത് ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ ഞാൻ ആൻസർ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താ സംഭവിച്ചത് എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. എന്തേ പറയാനൊക്കത്തുള്ളൂ. ഏതായിരുന്നാലും അവിടെ ആ വാക്കുകൾ കേട്ടിട്ട് അപ്പനും അമ്മയും ശാന്തരായൊന്നും വേണ്ടിയില്ല. ഒരു വർഷം നഷ്ടമായല്ലോ എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയാനിടയായിട്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസലോ. എന്നാൽ അത് ഞാൻ ഓർക്കാതിരുന്നില്ല. ഓർത്തു. അടുത്ത വർഷം സ്കൂൾ തുറന്നപ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ വളരെ ഉത്സാഹത്തോടെ പഠിക്കാനും നല്ല മാർക്കോടെ പാസ്സാക്കാനും കർത്താവ് കൃപയാൽ ഇടയാക്കി തീർന്നു. ഞാൻ പറഞ്ഞത് കഷ്ട ദിവസത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലും, വേദനയോടെ പ്രാർത്ഥിക്കും, ഭാരത്തോടെ പ്രാർത്ഥിക്കും. എന്റെ സഹോദരൻ, നേരെയുടെ സഹോദരൻ, ഞാനിങ്ങനെ ദൈവത്തിന്റെ സ്തോത്രം 10ാം സ്റ്റാൻഡേർഡിൽ പരീക്ഷ എഴുതി, 8ാം സ്റ്റാൻഡേർഡിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും പരീക്ഷയെല്ലാം കഴിഞ്ഞ് വന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കുരിശൻ തൊട്ടിയുണ്ട്. ആമേൻ. ഞാൻ അവിടെ ഒരു പാക്കറ്റ് മെഴുകുതിരി മേടിച്ച് കത്തിക്കാമെന്ന് തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. എന്നിട്ട് ഇതൊന്നും പറഞ്ഞില്ല. റിസൾട്ട് അറിയാറായപ്പോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാന് ജയിച്ചാൽ ഒരു കൂട് മെഴുകുതിരി ഇന്ന കുരിശൻ തൊട്ടിയിൽ കത്തിച്ചേക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എനിക്കത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. അതെന്തെങ്കിലും ആട്ടെ, അവനങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായല്ലോ. ഏതായിരുന്നാലും പരാജയപ്പെട്ടെങ്കിലും എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു തോറ്റുപോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ വീട്ടിൽ ഞാനാണ് ഏറ്റവും മൂത്തയാണ്. അതുകൊണ്ട് അവരുടെ ചെറുതോ വലുതൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അനിയന്മാരായിരുന്നാലും പെങ്ങന്മാരായിരുന്നാലും ഒക്കെ അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറയാറ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കൂട് മെഴുകുതിരി മേടിക്കണം, എനിക്ക് എൻ്റെ അടുത്ത് ഞാൻ കത്തിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നീ എങ്ങനെ തീരുമാനിച്ചത്? ജയിക്കാൻ. നീ തോറ്റല്ലോ. അത് തോറ്റാനും ജയിച്ചാലും കത്തിക്കണം, അങ്ങനെ തീരുമാനിച്ചില്ലേ? ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ്. നേർന്നാൾ നിവർത്തിക്കണം എന്നുള്ളതാണല്ലോ ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട്
അങ്ങനെ തന്നെ ചെയ്യ് എന്ന് പറഞ്ഞ് ഞാൻ അതിനെ സമ്മതിച്ചു. അന്ന് ഞങ്ങൾ ഈ വിശ്വാസ കോളത്തിൽ അല്ലാത്തത് കൊണ്ട് ഞാനതിന് എതിര് നിന്നില്ല. ദൈവത്തിന് സ്തോത്രം, പ്രൈസലോ. എന്നിരുന്നാലും ഞാൻ അതങ്ങനെ ചെയ്തു. അടുത്ത വർഷം നല്ലൊരു വിജയം കാണുവാൻ ഇടയായി. ഞാൻ പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. മുഖം മറയ്ക്കാത്തൊരു നല്ല ദൈവം നമുക്കുണ്ട്. ഇവിടെ പറഞ്ഞത് കഷ്ടം വന്നാലും നല്ല സമയം വന്നിരുന്നാലും കർത്താവ് നമ്മൾ കണ്ടുകൊണ്ടാണിരിക്കുന്നത്. നമ്മുടെ നോട്ടം, നടപ്പ്, നമ്മുടെ പ്രവൃത്തി, ഇടപെടലുകൾ, കൊടുത്തുവാങ്ങലുകൾ, സംസാരം എന്ന് വേണ്ട എല്ലാം നോക്കുന്ന അറിയുന്നവനായ ഒരു കർത്താവ് നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നത് കഷ്ട ദിവസത്തിൽ, അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ കഷ്ടമുണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ പറഞ്ഞത്, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഷ്ടം വരുമ്പോൾ മാറി നിൽക്കുന്നവരല്ല നമ്മുടെ കർത്താവ്. വേദന വരുമ്പോൾ മാറി നിൽക്കുന്നവരല്ല നമ്മുടെ കർത്താവ്. പ്രതിസന്ധിക്ക് മുമ്പിൽ നമ്മെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മാറിപ്പോകുന്നവരെല്ലാം അടുത്തു വരുന്നവരാ. ഞാൻ ഒരിക്കലും ഇങ്ങനെ ലൈവിൽ പറയാനിടയായി തീർന്നു. ഞാനും എന്റെ മൂന്നാമത്തെ അനിയനും കൂടെ, മൂന്നാമത്തെ അനിയൻ ഇങ്ങനെ എന്റെ പിതാവിന്റെ ഒരു കൂട്ടുകാരന്റെ ഭവനത്തിൽ ഒരു ദിവസം പോയി. അതിന് വലിയ നിർബന്ധം. അവരിങ്ങനെ വീട്ടിൽ വന്ന് സന്ദർശിച്ചപ്പം അവിടെയുള്ള കുഞ്ഞുങ്ങളോട് കൂടെ ഒന്ന് പോയി ഒരു ദിവസം പാർക്കട്ടെ എന്ന് ചോദിച്ചു. വളരെ നിർബന്ധിച്ചതുകൊണ്ട് അപ്പച്ചന് അവരെ ഉപേക്ഷിക്കാനൊക്കത്തില്ല. അങ്ങനെ വലിയ സ്നേഹിതന്മാരായതുകൊണ്ട് അവരും പറഞ്ഞ അപ്പച്ചനോട് ഒരു ദിവസത്തേക്ക് ഒന്ന് വിട്. അങ്ങനെ പോയി. ഹല്ലേലൂയ. അങ്ങനെ പോയി. അവര് ഒരു 4 മണി കഴിഞ്ഞപ്പോ ഞാനും ആ വീട്ടിലേക്ക് ചെന്ന് കൂട്ടിക്കൊണ്ട് വരാൻ. ദൈവത്തിന് സ്തോത്രം, പ്രൈസലോ. ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ് കണ്ടത്തിൽ പാടത്തൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുന്ന നിറച്ച്, അതുപോലെ തോട്ടിൽ വെള്ളമൊക്കെ ഉണ്ട്. കുറച്ചു പേര് കച്ചി നിരത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും വളരെ കൗതുകം തോന്നി. അപ്പൊ കുറച്ച് കുട്ടികൾ തോട്ടിലേക്ക് ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങി അവരെല്ലാം നീന്തി കളിക്കുന്നു. എന്റെ അനിയനും, പ്രൈസലോട്, ഹല്ലേലൂയ, അവന് നിക്കറിട്ടോണ്ട് വെള്ളത്തിൽ ചാടി. കുറച്ചു കഴിഞ്ഞപ്പം അവനെ നീന്താൻ അറിയത്തില്ല, താഴെ പോകുന്നു, കയറി പൊങ്ങി വരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. എനിക്ക് നീന്തൽ അറിയത്തില്ല. എന്റെ സഹോദരൻ അങ്ങനെ വെള്ളം പിടിക്കുന്ന കണ്ടെച്ച് ഞാനും എടുത്ത് ചാടി. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ചാടി അടുത്ത് ചെന്നച്ച് അവനെ പിടിച്ച് പൊക്കി എന്റെ തോളം നിർത്തി. ഞാൻ അടിയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു കവള് വെള്ളം കുടിച്ചു ശരിക്കും. ഹല്ലേലൂയ. അടുത്ത കവള് വെള്ളം കുടിക്കത്തക്ക വിധത്തിലൊക്കെ ആയി വരുന്ന, ശ്വാസം മുട്ടി വരുന്ന ഒരു ഭാഗത്ത് ആരോ ഒരു കമ്പ് വെള്ളത്തിലേക്ക് ഇട്ടു തന്നു. ആ കമ്പെ പിടിച്ച് ഞാൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ബലമായിട്ട് പിടിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കരയ്ക്ക് അവര് വലിച്ചു കയറ്റിയെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ഞാനിങ്ങനെ അന്നും ഇന്നും ദൈവത്തോട് നിരന്തരമായി അനേക കഷ്ടങ്ങളിൽ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ട്. അന്നുകൊണ്ട് ഇന്നുമുണ്ട്. ഏതായിരുന്നാലും ആ ഒരു വലിയ അനുഗ്രഹം, വലിയൊരു വിടുതൽ ഞങ്ങൾക്ക് അവിടെ ലഭിച്ചു എന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ദൈവത്തിന്റെ സ്തോത്രം ആ വെള്ളത്തിൽ കിടന്ന് മരിച്ചു. രണ്ടുപേർക്ക് നീന്തറിയത്തില്ല. നീന്തൽ അറിയാവുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം, പ്രൈസലോർഡ്. എന്നാൽ അതിനുശേഷം വലിയൊരു പാറവിടെ ചെന്ന് ഞാൻ ചില വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവത്തിന് സ്തോത്രം നീന്തുവാന്റെ കൊണ്ട് ഇവിടെയായി തീർന്നിട്ടുണ്ട്. അന്ന് മനോഹരമായ രൂപത്തിൽ നീന്തി മറുകര പറ്റുവാനിടയായിട്ടുണ്ട്. വെള്ളത്തിൽ മുങ്ങിപ്പോയ പലരെയും അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ അതിൽ നിന്ന് രക്ഷിക്കുവാനും എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അന്ന് ആ കഷ്ടം വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്നും ഞാൻ നിന്നോടല്ലേ പ്രാർത്ഥിക്കുന്നത്? ഇതൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു അനുഭവത്തിലായല്ലോ എന്ന് ഇങ്ങനെ ദൈവത്തോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. കാരണം അടുത്ത കവളും കൂടെ അടിച്ചാൽ ഒരു കവളം അടിച്ചപ്പോൾ തന്നെ വയറ് 3/4 ഭാഗം നിറഞ്ഞു. രണ്ടാമത്തെ കവള് വെള്ളം കൂടെ അടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിറയും. പിന്നെ പൊങ്ങി വരുമോ എന്നുള്ള സംശയമാണ്. അതിന് കാരണം അനുജന്റെ തോളിൽ ചവിട്ടി വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇത്രയും ദൈവത്തിന്റെ സന്നിധിയിൽ മനസ്സുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ കമ്പ് എന്റെ നേരെ നീട്ടി ഞാൻ അതിൽ പിടിച്ച് രക്ഷപ്പെടാനിടയായി തീർന്നത്. കഷ്ടം അടുത്തിരിക്കുമ്പോൾ, ഏതൊരു കഷ്ടത്തിന്റെ നടുവിൽ ഇറങ്ങി ചെല്ലുന്ന ദൈവത്തിന്റെ മക്കളെ നിങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നവരല്ല. ലോകത്തിൽ പലരും അങ്ങനെയൊക്കെ നടിച്ചേക്കാം, അങ്ങനെ ചിന്തിച്ചേക്കാം, അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞേക്കാം, വേദനിക്കട്ടെ അങ്ങനെ പറഞ്ഞേക്കാം. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. ഏതൊരു കഷ്ടത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് അവരെ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ മുഖം മറച്ച് കടന്നു പോകുന്നവനല്ല.
ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ നല്ല ശബരിയക്കാരുടെ ഒരു കഥ യേശു പറയുവാനിടയാച്ചു. ദൈവത്തിന് സ്തോത്രം. ആ വഴിയിൽ പലരും വന്നിട്ട് കണ്ടിട്ട് കാണാതെ കടന്നുപോയ പലരെയും യേശു ഓർക്കുന്നു, പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രീസതോട്. എന്നാൽ ഒരുവൻ വന്നു. അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ വാഹന മൃഗത്തിൽ നിന്നിറങ്ങി അർത്ഥപ്രാണനായിട്ടാണ് കിടക്കുന്നത്. മുറിവേറ്റ് കിടക്കുക. അല്പസമയം കൂടെ കഴിച്ചാൽ രക്തം വാർന്ന് അവർ അവിടെ കിടന്ന് മരിക്കും. രണ്ടുപേര് കണ്ടിട്ട് അവരെ എടുക്കാതെ പോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എന്നാൽ മൂന്നാമത്തെയാണ് കടന്നു വന്നിട്ടോ അവനെ കണ്ടിട്ട് അവന്റെ വാഹന മൃഗത്തിൽ നിന്ന് ഇറങ്ങി അവന്റെ മുറിവുകളെല്ലാം വൃത്തിയാക്കി അത് കെട്ടി. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം തന്റെ വാഹന മൃഗത്തിൽ കയറ്റി അവനെ കൊണ്ടുപോയി ദൈവത്തിന് സ്തോത്രം ഒരു വഴി അമ്പലത്തിലാക്കി താനുമാക്കൂടെ പാർത്തു. വിട്ടേച്ച് പോയതല്ല ചെയ്തത്, പാർക്ക് വരടിയായി. എന്തിനാ കൂടെ പാർത്തത്? ദൈവത്തിന് സ്തോത്രം. യാദൃശ്യമായിട്ട് വഴിയമ്പലക്കാരൻ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇവരെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അടുത്ത് ചെന്ന് അതിന് പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം താല്പര്യത്തോടാ നാം വിശ്വസിക്കുന്നവനായ, നമ്മെ തിരഞ്ഞെടുത്ത് നമ്മെ കരുതുന്നവനായ കർത്താവ് അവൻ നമ്മെ മറച്ച് കടന്നു പോകുന്നവനല്ല. ഹല്ലേലൂയ. അവൻ നമ്മോട് ചേർന്ന് നിന്ന് നമ്മോട് കൂടെ അടുത്ത് വന്ന് സഹായിക്കുന്നവന്. കണ്ടോ, പലരും മുഖം മറച്ച് കടന്നു പോകുന്നു. ആമേൻ. ഇവിടെ പറഞ്ഞത് നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. ആമേൻ. ഹല്ലേലൂയ. മുഖം മറയ്ക്കുന്ന പലരും കാണും. സ്തോത്രം. മറയ്ക്കുന്നവര് മാത്രമല്ല, മറക്കുന്നവരും കാണും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കണ്ടിട്ട് കാണാതെ പോകുന്നവരെ മറക്കുന്നവർ, അങ്ങനെയുള്ളവരും കാണാമെന്നാ പറഞ്ഞത്. ആരെയും കുറ്റം പറയല്ല. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ ഈ കാലഘട്ടത്തിലെ അനുഭവങ്ങളൊക്കെയാ. അതുകൊണ്ട് അങ്ങനെയും കാണാം. ഇവിടെ രണ്ടാമത് പറയുന്നത് നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ദൈവത്തിന്റെ പ്രത്യേകത, നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, ഭക്തന്മാരുടെ നിലവിളിക്ക് തന്റെ കാതുകൾ എപ്പോഴും തുറന്നായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ കണ്ണ് ലോകം മുഴുവനും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവന്റെ കാതുകൾ അവൻ ഭക്തന്മാരുടെ അപേക്ഷകൾക്ക് നിലവിളിക്ക് ശ്രദ്ധയോടെ കാത്തുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം സാഹചര്യത്തിലാണ് നിലവിളിക്കുന്നത്, ഏതെല്ലാം സാഹചര്യത്തിലാണ് വേദനിക്കുന്നത്. പ്രിയമുള്ളവരെ, ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ദിവസം ഒരു സഹോദരി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒപ്പച്ചാൻ ഞാനിങ്ങനെ വലിയ കഷ്ടത്തിലാണ്, നാളെ 3.5 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കണം, 3.5 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കണം. ഞാനും മോളും മാത്രമേ ഉള്ളൂ, ഒരു പൈസ പോലും കയ്യിലില്ല, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, എന്ത് ചെയ്യണം? ഞാൻ അത് പറഞ്ഞ് കരയുക ചെയ്തത്. ഞാൻ പറഞ്ഞില്ല മോളെ, സാരമില്ല, കർത്താവ് വഴി തുറക്കും, കർത്താവ് വഴി തുറക്കും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇങ്ങനെ ഇരുന്നൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു. അപ്പൊ ഞാനിങ്ങനെ മോളുമായിട്ട് സംസാരിച്ചു. ഞാൻ ചോദിച്ചെന്താ? ആമേൻ. അവരുടെ കുറെ സ്വർണം പണയിലിരിപ്പുണ്ട്, അതൊന്ന് എടുത്ത് പുതുക്കി വെക്കാവുന്ന, ഇപ്പൊ സ്വർണത്തിന് വില കൂടുതലല്ലേ. അങ്ങനെ ബാങ്കിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞൊരു കാര്യം ചെയ്യും, എത്രയും വേഗം വാ, 2,74,000 രൂപ, 3,74,000 രൂപയ്ക്ക് അത് വെക്കാം, എടുത്തു വെക്കാം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ പുതുക്കി വെക്കാം. അവരുടെ അമ്മയും മകളും കൂടെ പോയി ആ സ്വർണമെല്ലാം എടുത്ത് അങ്ങനെ പുതുക്കി വെച്ചിട്ട് ബാങ്കിൽ വന്ന് 3,50,000 രൂപ, ആ 50,100 രൂപ അവിടെ ബാങ്കിൽ അടച്ചു. ബാക്കി വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു പൈസ പോലും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ഇങ്ങനൊരു ബുദ്ധിമുട്ടെന്ന് കർത്താവ് തന്നു. ഞാൻ പറഞ്ഞു, അതിനാ മോളെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്. ആമേൻ. നാം എപ്പോൾ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. നമ്മുടെ നിരൂപണകളുടെ ദൂരത്ത് നിന്ന് നടന്ന് സഹായിക്കാൻ ആരുമില്ല. തന്റെ ഭർത്താവ് മരിച്ചു പോയി, താൻ മരിച്ചു വെച്ചൊരു കടവ്, 13 കോടി രൂപ വില പറഞ്ഞൊരു കെട്ടിടം, ഇനിയിപ്പോ 3 കോടി തരട്ടെ, 4 കോടി തരട്ടെ എന്ന് പറഞ്ഞ് ഓരോരുത്തരിങ്ങനെ അത് ആ ചുളിവിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ രീതിയിലെ ഭാഷയൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണം എന്നുള്ള താല്പര്യത്തിലൊക്കെ നടക്കുന്നവരാ. ആ സ്ഥാനത്താണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ മോളിങ്ങനെ എന്നോട് പറഞ്ഞ് ആ മാതാവിനോട്, മമ്മി അത് 4 ലക്ഷം രൂപ, 4 കോടി രൂപയാണ് പറഞ്ഞത്, അങ്ങനെയും കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഉള്ള 4 കോടി രൂപയ്ക്ക് കൊടുത്താൽ 2.25 കോടി രൂപയാണ് നമുക്ക് കടമുണ്ട്, ബാക്കി പോയിട്ട് എന്നാ കിട്ടാൻ, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കണ്ടു അവന്റെ ബുദ്ധിമുട്ട്.
സ്തോത്രം വിളിക്കുന്നു. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നിശ്ചയമായിട്ട് ഇത്രയും വഴിയൊക്കെ തുറന്ന് 3 വർഷം കൊണ്ട് അവർ അനുഭവിക്കുന്ന ജനുക്കത്തിന്റെ നടുവില. ആമേൻ. അതിന്റെ നടുവിൽ തന്നെ ഭർത്താവ് മരിച്ചു. ഇപ്പോൾ ആ അമ്മയും മകളും വളരെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കാര്യം വരുത്തും കർത്താവ് നിശ്ചയമായിട്ട്. ഞാൻ പറഞ്ഞത് ചെവി ചായച്ച് കേൾക്കുന്ന ഒരു ദൈവം. ഒരു കാര്യം പറഞ്ഞാൽ നിന്റെ ചെവി എങ്ങനെയൊക്കെ ചായക്കണമേ. ഞാൻ വിളിക്കുമ്പോൾ വേഗത്തിൽ ഉത്തരം പറയണമേ. വിളിക്കുമ്പോൾ വേഗത്തിൽ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാ? വേഗത്തിൽ. അവൻ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ദുഷ്ടനെന്നോ ഭക്തനെന്നോ എന്ന് ഇല്ലാതെ ഒരു പ്രതിസന്ധിക്ക് നടുവിൽ ഉണരുന്നവന് വേണ്ടി അടുത്തു ചെന്ന് അവന് പരിഹാരം വരുത്തി കൊടുക്കും. അത് മനസ്സുകൊണ്ട് അറിയുന്നവന് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിനായി ജീവിക്കാനും മനസ്സുണ്ടാകും. അത് അവൻ ദൈവത്തെ അറിയാത്തവനോ വിളിക്കാത്തവനോ പ്രാർത്ഥിക്കാത്തവനാണല്ലോ എന്ന് വിചാരിച്ച് അവനെ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതിന്റെയൊക്കെ നടുവിൽ, വേദനയുടെ നടുവിൽ കരുത കർത്താവ് ചെവി ചായച്ച് കേൾക്കുന്ന ഉത്തരമരളുന്ന വലിയവനാകുന്ന കർത്താവിനെ നമുക്ക് കാണാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ കഷ്ടങ്ങളുടെ നടുവിലൂടെ അനേക ജീവിതങ്ങൾ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെയെല്ലാം പഠിപ്പിക്കുന്ന ദൈവം അവർക്ക് ഉത്തരമരളുക ചെയ്യുന്നത്. ഇവിടെ ദാവീദ് 1-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. യഹോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. 1-ാമത്തെ വാക്യത്തിൽ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി തിരുസന്നിധി പരിമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവത്തെ നമുക്കൊന്ന് കാണാം. നമുക്ക് 1-ാമത്തെ വാക്യത്തിലൂടെ കടന്നു പോയതിനു ശേഷം 2-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരുപാട് പുസ്തകം ആമേൻ നമുക്ക് നോക്കിയാൽ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ നിലവിളിയും അവരുടെ കരച്ചിലും അവരുടെ പ്രാർത്ഥനയും സ്വർഗ്ഗത്തിലെ ദൈവം കേട്ടു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാം. ദൈവം കേട്ടത് കൊണ്ടാണല്ലോ ആമേൻ അവരെ മിസ്രയീമിൽ നിന്ന് വിടിപ്പിക്കുവാൻ, ഫറവോന്റെ അധീനതയിൽ നിന്ന് വിടിപ്പിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോസഫിനെ അറിയാത്തൊരു ഫറവോൻ ഭരണം അവിടെ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ എണ്ണത്തിൽ പെരുപ്പത്തിൽ വർദ്ധിച്ചു വരുന്നത് കണ്ടിട്ട് തങ്ങളെ അടിമകളാക്കി തീർക്കുമെന്ന് ഭയപ്പെട്ടിട്ട് അവരെ വളരെയധികം കഷ്ടത പീഡനത്തിലൂടെ കൊണ്ടുപോയതായി നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. എന്നാൽ പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ട് ജനം അവിടെ കുറഞ്ഞില്ല. അതിന് നടുവിൽ ദൈവം അവരെ വർദ്ധിപ്പിച്ചു എന്നാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവത്തെ യഥാർത്ഥമായി അറിയുവാൻ തക്കവണ്ണം ദൈവം അങ്ങനൊരു സാഹചര്യം ഒരുക്കി. അവൻ നമ്മെ ദ്രോഹിക്കുന്നവരെ, നമ്മെ നിന്ദിക്കുന്നവരെ, ഒറ്റപ്പെടുത്തുന്നവരെയൊക്കെ കണ്ടിട്ട് അവൻ നാം പലപ്പോഴും അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, അവരിങ്ങനെയൊക്കെ പറഞ്ഞു. ഇല്ല, അതിനകത്ത് നാം ഭാരപ്പെടേണ്ട കാര്യം. അവർ ആശ്ചര്യം കൂറത്തക്ക വിധത്തിൽ അവരുടെ നടുവിലൂടെ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. കഷ്ടതയും പ്രയാസമൊക്കെ വരുമ്പോൾ ആ കരയുകയൊക്കെ ചെയ്യും, വേദനയ്ക്കും. ശരിയാ. ശക്തനായ ഏലിയാവിന്റെ ജീവിതത്തിൽ കരഞ്ഞല്ലോ, അല്ലെങ്കിൽ വേദനപ്പെട്ടല്ലോ. യഹോവേ ഞാൻ നിന്റെ വാക്ക് കേട്ടു. ആഹാബിനോട് ഞാൻ എന്റെ വിധത്തിൽ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നീ പറഞ്ഞ് ഓടിപ്പോയി കെരീസോന്റെ അടിയിൽ പാർക്ക്. ഞാൻ അവിടെ നിനക്ക് തക്ക സമയത്ത് കാക്കകളെ കൊണ്ട് അപ്പവും ഇറച്ചിയും തരാമെന്നെല്ലാം പറഞ്ഞ് നീ എന്നെ അയച്ചിട്ട് തോട്ടിലെ വെള്ളം പറ്റി കാക്കയുടെ വരവ് നിന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? അവൻ നിരാശപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ശക്തനായ ഏലിയാവിന്റെ മുമ്പിൽ പോലും അവൻ പ്രതിസന്ധിക്ക് മുമ്പിൽ തകർന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. കാക്ക പരാതിയായി തോട്ടിലെ വെള്ളവും പറ്റി. ദിവസവും കുളിക്കുന്നതാ, ദിവസവും ഡ്രസ്സ് കഴുകുന്നതാ. ഹല്ലേലൂയ. ദിവസവും അപ്പവും ഇറച്ചിയും കഴിച്ചുകൊണ്ടിരുന്നതാ. പക്ഷേ ഇപ്പൊ കിട്ടാതെ ബന്ധപ്പെടുത്താൻ നിരാശനായി മാറി. ഇനി മതി യഹോവേ, ഞാൻ എന്റെ പിതാക്കന്മാരെ പോലെ അവൻ നിദ്ര പ്രാപിച്ചോളാം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താൻ തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അവൻ തട്ടി ഉണർത്തുന്ന കർത്താവിന്റെ ദൂതന്റെ ആഗമനം. ഇതേപോലെ നാം വേദനിക്കുന്ന ചില സാഹചര്യങ്ങൾ വരുമ്പോൾ തട്ടി ഉണർത്തുവാൻ കർത്താവ് തന്റെ ദൂതനെ അയക്കും. ആമേൻ. അത് അനുഗ്രഹത്തിന്റെയും അതിശയത്തിന്റെയും ഒരു അനുഭവമാണ്. ഇവിടെ നോക്ക്, ചൂടുള്ള അപ്പം.
കാലിൽ ചുട്ടപ്പും ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. അവന് കുടിക്കാനുള്ള വെള്ളവും ഒക്കെ ആയിട്ടാണ് ദൂതന്റെ വരുമ്പ്. എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു അവൻ നിന്ന് കുടിച്ച് കിടന്നുറങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമതും വന്നിട്ട് അവനോട് പറയുന്നല്ല, ഏലിയാവേ നിനക്ക് ദൂരെ യാത്രയുണ്ട്, നിനക്ക് യാത്രയുണ്ട്, എഴുന്നേൽക്ക്. ആ പ്രിയമുള്ളവരെ, കഷ്ടമാണ്, വേദനയാണ്. ഹല്ലേലൂയ. ഇനി അവിടെ കിടക്കട്ടെ എന്നല്ല ധരിച്ചത്. അവിടെ നിന്ന് നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് നിനക്ക് വേണ്ടി വാതിലുകളെ തുറന്നു തരുന്ന വലിയവനാകുന്ന കർത്താവിനെ നമുക്ക് അവിടെ കാണാൻ ഇടയായിത്തീരും. ഏലിയാവ് അത് കഴിച്ചു, അവന് യാത്ര ചെയ്യാൻ ഇടയായി. നമുക്കറിയാം അവന്റെ യാത്ര. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയട്ടെ, ഇന്ന് രാത്രി ഈ പകൽ സമയം നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപ നമ്മെ മറച്ച് ബലപ്പെടുത്തി ജയത്തോടെ നടത്തുകയാ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി യഹോവയാകുന്ന ദൈവം മോശയെ തിരഞ്ഞെടുത്തതായി കാണുവാനിടയായിത്തീരും. മോശയിലൂടെ ആ ജനത്തെ വിടുവിച്ച് ആമേൻ ഹല്ലേലൂയ സ്തോത്രം അവരെ കനാനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ ഒരു പ്രവൃത്തി അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് 2-ാം അധ്യായത്തിന്റെ 1 വാക്യം നാം വായിക്കുമ്പോൾ കാണുന്നത്. ആമേൻ. അതിന്റെ 23-ാമത്തെ വാക്യത്തിലായിരുന്നു ആമേൻ ദൈവത്തിന്റെ വിടുതലിന്റെ ആ പ്രവൃത്തി കാണുവാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, നാം ഏതൊരു കാലഘട്ടത്തിലും ദൈവത്തോട് അടുത്ത് ചെന്ന് നാം നിലവിളിക്കുമ്പോൾ ദൈവം കേട്ട് മൗനമായിരിക്കാതെ അവർ കേട്ട് മറുപടി നൽകി മാനിക്കുക തന്നെ ചെയ്യും. ഇവിടെ 23-ാമത്തെ വാക്യം ഇങ്ങനെ വായിച്ചത്, ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവേർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. നിലവിളിക്കുന്നവരെ, വേദനിക്കുന്ന ജീവിതമേ, അവൻ നിലവിളിയെല്ലാം സ്വർഗത്തിൽ ദൈവത്തിന്റെ കാലങ്ങളിൽ കേൾക്കാനിടയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാം ഏതെല്ലാം വിഷയത്തിന്റെ മുമ്പിൽ വേദനിക്കുന്നു, ഏതെല്ലാം വിഷയത്തിന് മുമ്പിൽ നിലവിളിക്കുന്നു, അതെല്ലാം അറിയുന്നവനായ കർത്താവ്, കേൾക്കുന്നവനായ കർത്താവ് കേട്ടിട്ട് മൗനമായിരിക്കുകയല്ല ചെയ്യുന്നത്. അവൻ അത് നമുക്ക് വേണ്ടി വഴി തുറക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന് വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യാൻ തയ്യാറാണോ? ഹല്ലേലൂയ. കർത്താവ് അത് നൽകി തരും. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. അത് സന്തോഷത്തോടെ നമുക്ക് അനുഭവിക്കാം. ആമേൻ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ നന്ദി കരയറ്റാതിരിക്കരുത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറ്റിപ്പോകുന്നു അങ്ങനെയാണ്. ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് പ്രാപിച്ചുകൊണ്ട് മുന്നോട്ടങ്ങ് പോകും. എന്നാൽ 10 പേരോടൊന്ന് പറയാമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യത്തില്ല. കർത്താവ് എനിക്ക് ഇന്നതുപോലെ ചെയ്തു, എന്നെ സഹായിച്ചു, എന്നെ വേദന മാറ്റി. ആമേൻ. എന്തൊക്കെ ദൈവത്തെ കുറിച്ചൊന്ന് പറയാൻ താല്പര്യപ്പെടുമ്പോൾ ആ കേൾക്കുന്നവരും കൂടെ ദൈവത്തിലേക്കൊന്ന് ആകർഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. നമുക്ക് ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകത്തിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തയൊന്ന് കൊണ്ടുപോകാം. 1 ശമൂവേൽ 9-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിന്റെ സ്തോത്രം. നാളെ ഈ നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എന്റെ ജനമായി ഇസ്രായേലിനെ ഭരിക്കണം. അതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എന്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കും. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നിലവിളി ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ആ ഭാഗം വായിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവൻ ഇസ്രായേൽ ജനം വന്നിട്ട് ഞങ്ങൾക്കൊരു രാജാവില്ല, മറ്റുള്ളവർക്കൊക്കെ രാജാവുണ്ട്, ഞങ്ങളെ ഭരിക്കാൻ ഒരു രാജാവ് വേണം എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. അവരുടെ നിലവിളി ദൈവത്തിന്റെ സന്നിധിയിലെത്തി. ദൈവം ശമൂവേൽ പ്രവാചകനോട് വിളിച്ചു പറയുക, നാളെ ഈ നേരത്ത് അവൻ നിന്നെ ഹല്ലേലൂയ നിന്റെ അടുക്കലേക്ക് ഒരുവൻ വരും, നീ അവന് എന്ത് ചെയ്യണം? ആ അഭിഷേകം ചെയ്യണമെന്ന് പറയാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ആമേൻ കീശിന്റെ മകൻ ശൗല് തന്റെ അപ്പന്റെ കഴുതയെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ച് കടന്നു പോവുക തന്റെ മുഖ്യനുമായി. അവനിങ്ങനെ നടന്ന് കടന്നു ചെന്നിട്ട് കണ്ടില്ല. ഒരു കയറ്റമൊക്കെ കയറി ചെല്ലുമ്പോൾ വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരത്തികളെ കണ്ടിട്ട്
അവരോട് ദർശകൻ എവിടെയുണ്ടോ എന്ന് ചോദിക്കാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവർ പറഞ്ഞു ഇവിടെ അടുത്തുണ്ട്. അവൻ അവരോട് പറഞ്ഞതാ നിങ്ങളുടെ മുമ്പിൽ വേഗം ചെല്ലാമെങ്കിൽ, അവൻ പൂജാഗിരിയിൽ ജനത്തിന്റെ ഭാഗം ഒരു യാഗമുണ്ട്, അതിനുവേണ്ടി കടന്നു പോകുകയാണ്, അല്ലെങ്കിൽ അതിനായി വന്നിട്ടുണ്ട്, വേഗം ചെന്നാൽ കാണാം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവം ആലോചന കൊടുത്തിരിക്കുക. നാളെ ഈ നേരത്തെ നിന്റെ അടുക്കലേക്ക് ഒരു യൗവനക്കാരൻ വരും, ഒരു ബാല്യക്കാരൻ വരും, അവനെ നീ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ദൈവം ആലോചന പറഞ്ഞാൽ ഹല്ലേലൂയ അത് ചെയ്തേ മതിയാവും. നമുക്കറിയാം ഏലിയാവിനും അതുപോലെ ആലോചന കിട്ടിയതാ. 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനും പിന്നെ അവൻ നിനക്ക് പകരമായിട്ട് ഒരുവനെ അഭിഷേകം ചെയ്യാനും പറഞ്ഞ് ഏലിയാവിനെ അയക്കുന്നതായി കാണുവാനിടയായിത്തീരും. ഇത് ശമൂവേൽ പ്രവാചകനോട് പറയുക, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ പട്ടണത്തിൽ കടന്ന ഉടനെ അവനെ പൂജാഗിരിയിൽ ഭക്ഷണത്തിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അവനെ കാണണമെന്ന് ഈ സഹോദരിമാർ അല്ലെങ്കിൽ ഈ ബാല്യക്കാരത്തികൾ പറയാനിടയായി തീർന്നു. അവൻ യാഗത്തെ അനുഗ്രഹിക്കേണ്ടതിന് ആകൊണ്ട് അവൻ ചെല്ലുവോളം ജനം ഭക്ഷിക്കയില്ല. അതിനുശേഷം മാത്രമേ അവർ ഭക്ഷണത്തിന് ഭക്ഷിക്കപ്പെടുകയുള്ളൂ. ഭക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വേഗം ചെല്ലുവീൻ, ഇപ്പോഴവനെ കാണാമെന്ന് പറയാനിടയായി. ദൈവത്തിന് സ്തോത്രം. അവർ വേഗം ചെന്നു. അങ്ങനെ അവർ പട്ടണത്തിൽ ചെന്ന് പട്ടണത്തിൽ കടക്കുമ്പോൾ ഇതാ ശമൂവേൽ അവൻ പൂജാഗിരിയിലേക്ക് പോകുവാൻ അവരുടെ നേരെ വരുന്നതായി കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ശമൂവേൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിനെ വെളിപ്പെടുത്തിയിരുന്നെന്നാ പറഞ്ഞത്. അവൻ യഹോവ വെളിപ്പെടുത്താതെ ഒന്നും ശമൂവേൽ ചെയ്യത്തില്ല. ഇന്ന് അനേക പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒക്കെ ദൈവം വെളിപ്പെടുത്താത്തതൊക്കെ ചെയ്ത് എന്നിട്ട് ദൈവം എനിക്ക് ആലോചന തന്നതൊക്കെ പറയുന്ന പലരെ കാണുവാനിടയായിത്തീരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെവിടെ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അവര് പറയുന്നത് അവരെ നിഷേധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് ശമൂവേൽ 2 ദിവസം മുമ്പ് ദൈവം വെളിപ്പെടുത്തിക്കൊള്ളത്. എന്താ പറഞ്ഞത്? നാളെ ഈ നേരത്തെ ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കലേക്ക് അയക്കും. 2 പേരെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ഒരാളുടെ കാര്യമേ പറയുന്നുള്ളൂ. 2 പേരെ അഭിഷേകം ചെയ്യാനല്ല, ഒരാളെ. ദൈവത്തിന് സ്തോത്രം. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ എന്ന് പറയാനിടയായി തീർന്നു. അവൻ എന്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തിരിക്കും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നീ നിലവിളിക്കുന്ന നിലവിളി കേൾക്കാതിരിക്കത്തില്ല. അവൻ ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും, ഏതൊരു കഷ്ടത്തിന്റെ നടുവിലായിരുന്നാലും, ഏതൊരു ബുദ്ധിമുട്ടിന്റെ നടുവിലായിരുന്നാലും, ആമേൻ ഹല്ലേലൂയ, ആരും നിന്നെ കരുതുന്നില്ല, ആരും നിന്നെ സഹായിക്കുന്നില്ല, സകലരും കൈവിട്ടെന്ന് തോന്നിയേക്കാം. ഓ പ്രൈസ് ദി ലോർഡ്. ആരും നിന്നെ കുറിച്ച് വിചാരിക്കുന്നില്ലെന്ന് തോന്നിയേക്കാം. പ്രൈസ് ദി ലോർഡ്. അല്ലേ, കരുതുന്ന ഒരു ദൈവമുണ്ട്, നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, കരയുന്ന കരച്ചിലിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു കരം അവന്റെ മക്കളുണ്ട്. പാട്ടുകാരൻ പാടിയല്ലോ, കരച്ചിലിൻ കണ്ണുനീർ തുടച്ചിടുവാൻ ആരുമില്ലേ ഞങ്ങൾക്ക് ഈ മരുവിൽ, തുണയാകും നീ എന്നെ ആരുള്ളൂ, കരുണേശ അങ്ങേ മതിയെനിക്ക്, എന്നുമിൻ തിരുമുഖം കാണും ഞാൻ, എത്ര നാളികത്തിൽ ഞാൻ പാർത്തിടണം, സ്വർഗത്തിൽ എന്റെ ബലീരം, സ്വർഗത്തിലെന്നും വാണിയിടാം. കരച്ചിലിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അവൻ അടുത്ത് വരും. അവൻ നിന്റെ കണ്ണിലെ കണ്ണുനീരൊക്കെ തുടയ്ക്കും. അവൻ ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞു എന്ന് ഭക്തന്മാരെ സംബന്ധിച്ചാം. ആമേൻ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അങ്ങനെ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വിട്ട് കടന്നു പോരുക. ഇവിടെ കരയുന്ന പ്രിയമുള്ളവരെ, ഏത് നിലയിലുള്ള വേദനയാകട്ടെ, ഏത് നിലയിലുള്ള ഭാരപ്പെടുത്തുന്ന അവസ്ഥയാകട്ടെ, നിന്റെ കരച്ചില്, നിന്റെ കണ്ണുനീര്, നിന്റെ വേദനയെല്ലാം അറിഞ്ഞുകൊണ്ട് അവിടുന്ന് വിടുവിക്കുന്ന നല്ല ദൈവത്തെ കാണുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അവയെ കഷ്ടപ്പെടുത്തിരിക്കുമ്പോൾ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ആ 2-ാമത്തെ വാക്യത്തിലേക്ക് നാം വന്നത് 102-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. അവിടെ പറഞ്ഞ് യഹോവയാ ദൈവത്തോട് പറഞ്ഞത്,
കഷ്ടത്തിലാകാനിരിക്കുന്നത്, ഭാരത്തിലായിരിക്കുന്നത്, വേദനയിലായിരിക്കുന്നത്. ഏതൊരു കഷ്ടമോ വേദനയോ ഏതൊരു ഭാരമോ പ്രയാസമോ ആയിക്കോട്ടെ, നിന്നെ വിടുവിക്കുന്നവനായ രക്ഷകന്റെ വലിയ കാര്യം. ഇവിടെ പറഞ്ഞ കഷ്ട ദിവസത്തെ നിന്റെ മുഖം എനിക്ക് മറക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ മറയ്ക്കാതെ, മുഖം മറയ്ക്കാതെ നിന്നെ കാത്ത് പരിപാലിക്കുന്നവനായ കർത്താവിനെ കാണാൻ ഇടയായി തീർന്നു. നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് തന്നെ ഒന്ന് കടന്നു ചെന്നാൽ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 69 അധ്യായത്തിന്റെ 17 വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 69:17. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു ആ 17 വാക്യത്തിൽ. ഹല്ലേലൂയ. അവിടെ പറയുന്നത്, അടിയന് തിരുമുഖം മറയ്ക്കരുത്, ഞാൻ കഷ്ടത്തിൽ ഇരിക്കയാൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ. ദൈവത്തിന്റെ സ്തോത്രം. കഷ്ടത്തിൽ ഇരിക്കുക. യഹോവേ, ആമേൻ, എന്നെ രക്ഷിക്കണമേ, വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു പറഞ്ഞ് കഷ്ടങ്ങളുടെ നടുവിൽ നിലവിളിക്കുന്നവനായ ദാവീദിന്റെ ആ നിലവിളി കേൾക്കാം. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിത്താഴും, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷിക്കുന്നവനായ യഹോവയുടെ മുൻപിലേക്ക് നമുക്ക് നടത്തി ചെന്നാൽ ദൈവത്തിന്റെ സ്തോത്രം. നിന്നെ ഏത് പ്രവാഹമായിക്കൊള്ളട്ടെ, ഏത് നിലയില്ലാത്ത കയമായിക്കൊള്ളട്ടെ, ഏത് ചേറായിക്കൊള്ളട്ടെ, അവിടുന്ന് നിന്നെ രക്ഷിക്കുവാൻ എന്റെ ദൈവത്തിന് സാധിക്കും എന്നാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ എന്റെ കൊച്ചുമോള് നാളെ OITS പരീക്ഷ എഴുതുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹൈദരാബാദിൽ ആണ് ഇതാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഒരു 1-ാം തീയതി മുതൽ ഒരു മാസത്തെ ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ പ്രദേശത്തുള്ളതായ അപ്പോളോ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സാണ്, BSc നേഴ്സാണ് അവള്. ആമേൻ. തന്റെ ജീവിതത്തിന്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഈ ആന്ധ്രയുടെ പ്രദേശത്ത് അനേക ജീവിതങ്ങളോട് സുവിശേഷം അറിയിക്കുന്ന, തെരുവിന് പറ്റും ഇറങ്ങി നിന്ന പരസ്യയോഗത്തിൽ ശക്തിയോടെ ദൈവവചനം ഘോഷിക്കുന്ന ആ മോള് ICU ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ ആമേൻ മരണത്തിന് മല്ലടിക്കുന്ന ജീവിതങ്ങൾക്ക് മുമ്പിൽ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആമേൻ. നീ ഇപ്പം യേശുവിനെ അംഗീകരിക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സൗഖ്യം വരുത്തും എന്ന് മറ കൂടാതെ, മടി കൂടാതെ പറയുന്ന അങ്ങനെ അനേകർക്ക് ആമേൻ ആശ്വാസവും വിടുതലുമായി അനേകർ യേശുവിനെ കാണാനിടയായി. ആമേൻ. ആ മോളിങ്ങനെ പരീക്ഷ എഴുതുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് വലിയ ഭയമാണ്. ഇല്ല, ഞാൻ പറഞ്ഞില്ല മോളെ, നീ എത്രയോ പേർക്ക് വേണ്ടി സുവിശേഷം പറഞ്ഞ് എത്രയോ പേരെ ആമേൻ കൂട്ടുകാരുടെ ഒക്കെ വിഷയം വരുമ്പോൾ അവരെല്ലാം ധൈര്യപ്പെടുത്തി പ്രാർത്ഥിക്കുക. അതിനകത്ത് ജാതിയോ മതമോ ആമേൻ അങ്ങനൊന്നുമില്ല. എല്ലാവരെയും ഒരുപോലെ. ദൈവത്തിന് സ്തോത്രം. ഒരു മാന്ത്രികനായ ഒരുവൻ പറഞ്ഞു, ഞാനൊരു മന്ത്രവാദിയാണ്, ആമേൻ, ഞാൻ ഇന്ന ശക്തികളെ സേവിക്കുന്നയാളാണ്, ഞാനങ്ങനെ യേശുവിനെ വിശ്വസിക്കത്തില്ല. അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് അധികം ദിവസങ്ങളില്ല. ഇന്ന് യേശുവിനെ വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ, ഇന്നലെ വരെ നിങ്ങൾ വിളിച്ച ദൈവത്തെ തള്ളിപ്പറയാമെന്നുണ്ടെങ്കിൽ ആമേൻ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. അല്ലെങ്കിൽ അത് സാധിക്കത്തില്ലെന്ന് ആമേൻ. അദ്ദേഹം വളരെ ദയനീയമായി നോക്കി അവസാനമായിട്ട് അവരുടെ വാക്കുകൾ കേട്ടു, യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ ദിവസം തന്നെ ICU ഡിസ്ചാർജ് ചെയ്ത് ICU പുറത്താക്കി വാർഡിലേക്ക് മാറ്റി. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് താൻ വീട്ടിലേക്ക് പോകാൻ ഇടയായി. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഏതൊരു കഷ്ടമായിക്കോട്ടെ, വേദനയായിക്കോട്ടെ, ഭാരമായിക്കോട്ടെ, അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് മുൻപിലേക്ക് നമുക്ക് നമ്മുടെ യേശുവിനെ ഒന്ന് വെളിപ്പെടുത്താം. അവൻ നമ്മെ വിട്ടിപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞത്, ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു, എന്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു. അപേക്ഷിക്കാതെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് വേദനിക്കേണ്ട കാര്യമില്ല.
നിലവിളി കേൾക്കുന്നൊരു നല്ല കർത്താവ് നമുക്കാക്കി. ആമേൻ. അവൻ നമ്മുടെ കൂടെ നമ്മെ മറുപടി നിന്ന് മാനിക്കുന്നവരാണ്. ആ 17-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് ഇങ്ങനെ, ആമേൻ, അടിയൊരു തിരുമുഖം മറയ്ക്കരുത്, ഞാൻ കഷ്ടത്തിലിരിക്കാൻ വേഗത്തിൽ എനിക്ക് ഉത്തരവല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ, ഞാൻ കഷ്ടത്തിലിരിക്കുക വേഗത്തിൽ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അവൻ അവൻ അടുത്തു വരുന്നവനാ. ഏതൊരു കഷ്ടത്തിലായിരുന്നാലും, ഏതൊരു വേദനിപ്പിക്കുന്ന അനുഭവത്തിലായിരുന്നാലും അവിടെ നിന്ന് രക്ഷിച്ച് വിടുവിച്ചു കൊണ്ടുവരുന്നവനായ കർത്താവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ കണ്ണുകളെ കൊണ്ട് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായി. ആമേൻ. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് നാം വായിക്കുമ്പോൾ, നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ, നിന്റെ ചെവിയെങ്കിലേക്ക് ചായച്ച് എന്നെ രക്ഷിക്കുക. ആമേൻ. ദൈവം നീതിയുടെ ദൈവമാണ്. ഞാൻ ഇങ്ങനെ നീതിയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നീതിയും ന്യായവും ഒക്കെ നടത്തുന്നത് പറയുന്നത് ആമേൻ ഹല്ലേലൂയ നീതിപീഠങ്ങളാണ്. അത് കോടതി മതമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ജഡ്ജി പറയുന്ന ജഡ്ജ്മെന്റിൽ പറയുന്ന കാര്യം ഇവിടെ പറയുന്നത് നിന്റെ നീതി നിമിത്തം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം നീതിമാനാണ്. പ്രിയമുള്ളവരെ, നമുക്കും അങ്ങനെ നിൽക്കാം. ആമേൻ. നാം നടത്തി ചെന്നേ നീതിയോടെ, അല്ലെങ്കിൽ ഉണ്ട് കർത്താവേ കുറവുണ്ട് ആമേൻ ഒന്ന് നടത്തി ചെല്ലുമ്പോൾ നമുക്കൊന്ന് ഏറ്റു പറയരുത്. എന്തിനാ? ഒരു വിടുതലിന് വേണ്ടി. നിന്റെ വേദനകൾ എത്ര ആയിക്കോട്ടെ, കഷ്ടങ്ങൾ എന്തോ ആകട്ടെ, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അതിന്റെ നടുവിൽ നിന്ന് വിടുവിക്കാൻ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിടുവിക്കുവാൻ അവൻ ശക്തനാണ്. അവിടെ വിടുവിക്കണമേ എന്ന് പറഞ്ഞിട്ട് പറയാ, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ, എന്നെ ചായ്ച്ചെന്നെ രക്ഷിക്കണമേ. ഇന്ന് സന്ധ്യയുടെ യാമത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ദൈവവചനം കേൾക്കുന്നവരെ അവന്റെ ചെവി ആമേൻ നിന്റെ സൈഡിൽ നിന്റെ അടുക്കലേക്ക് ചായച്ചുകൊണ്ട് അവൻ നിന്റെ അപേക്ഷ കേട്ടുകൊണ്ടിരിക്കുക. മറുപടി തരാതിരിക്കില്ല. അവൻ മറുപടിയുടെ ദൈവമാ. അവൻ രക്ഷിക്കാതിരിക്കയില്ല. അവൻ രക്ഷയുടെ ദൈവമാ. അവൻ കരുതിക്കൊണ്ടിരിക്കുന്നവനാ. അവൻ കരുതാതിരിക്കില്ല. നമ്മുടെയൊക്കെ ചിന്ത, ഓ എന്റെ ദൈവം കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ എന്നൊക്കെ വേദനയോടെ ചോദിക്കും. ഇല്ലേ, അങ്ങനെയല്ല. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ നിനക്കായി മറുപടി ഒരുക്കിക്കൊണ്ടാ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ആ ചിന്തകളോ ഭാരങ്ങളോ ഒന്നും നമ്മെ വേദനിപ്പിക്കാനിടയാകരുത്. ആമേൻ. ഇന്ന് അവസാനമായി 88-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം കൂടെ വായിച്ചാലുണ്ട് അവസാനിപ്പിക്കാം. എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വരുമാറാകട്ടെ, എന്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്നുണ്ട്. ആമേൻ. നീ യാചിക്കുന്ന യാചനകൾക്ക് അവൻ മറുപടി നൽകുന്നുണ്ട്. നിന്റെ നിലവിളി കേട്ടിട്ട് അവൻ നിന്നോട് അടുത്ത് വന്നു, മകനെ മകളെ എന്ന് വിളിക്കുന്ന ഇമ്പസ്വരം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ നിന്ന് മുഴങ്ങി കേൾക്കാൻ വിശ്വസിച്ചുകൊണ്ട് അടുത്തുക. അവൻ ചേർത്ത് നിർത്തും. അവൻ മറുപടി തരും. വിശ്വസിച്ചുകൊണ്ട് അടുത്തുക. അവൻ ചേർത്ത് നിർത്തും. അവൻ നിനക്ക് വേണ്ടി നന്മ നൽകും. ആമേൻ. പ്രിയമുള്ളവരെ, നീ വിളിക്കുവാൻ തയ്യാറാണോ? കരയുവാൻ തയ്യാറാണോ? നിലവിളിക്കുവാൻ തയ്യാറാണോ? നിന്റെ നിലവിളിക്ക് മുമ്പിൽ മടുത്ത് മാറി നിൽക്കാതെ അടുത്ത് വന്ന്, കുഞ്ഞിനെ നിന്റെ വേദനയെന്ന്, നിന്റെ ഭാരമെന്ന് സാരമില്ല, ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കാം. ആമേൻ. വഴി തുറക്കുന്നവനായ കർത്താവ്, വഴി നടത്തുന്നവനായ കർത്താവ് കൂടെയുണ്ട് കേട്ടോ. കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരി പ്രകാരം പറഞ്ഞു, എന്റെ ഭർത്താവ് എന്റെ കുഞ്ഞിനെ വേണ്ടെന്നും പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, ചുമ്മാ ഇരുമോളെ, ഞാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞ് വളരെ വേദനപ്പെട്ടു. ആ സഹോദരി വളരെ വേദനപ്പെട്ടു. ഞാനിങ്ങനെ പ്രസാദിന്റെ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞപ്പറ്റ ശാന്തമായി സൗമ്യമായ ഒരു സംഭാഷണം തുടങ്ങി. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു കുടുംബം തകർക്കാനല്ല, അതിനെ ഒന്നിച്ചു നിർത്താനാണ് കർത്താവിന്റെ കരമുള്ളത്. നിന്റെ നിലവിളി കേൾക്കുന്ന, കരച്ചിലിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന, ചെവി ചായച്ചുകൊണ്ട് ഉത്തരവരുന്നവനായ വലിയവനാകുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്ന് നടത്തി ചെല്ലാം. അവൻ അനുഗ്രഹിക്കട്ടെ, അവൻ കരുതട്ടെ, അവൻ നടത്തട്ടെ. ഓർപ്പിച്ചെന്റെ വാക്കുകൾ ഒന്ന് സംഭരിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നന്ദിയോടെ സ്തോത്രം. ഈ സന്ധ്യയുടെ യാമത്തിൽ
ആമേൻ ഒരു സന്ദേശവുമായി കടന്നു വരുവാൻ ഇടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. അനേക ശ്രേഷ്ഠന്മാർ ഇങ്ങനെയുള്ള ഈ സമയത്ത് ദൈവവചനം ഘോഷിച്ചുകൊണ്ടിരിക്കവേ ഞാനും അതിനിടയിലൂടെ കർത്താവ് ഒരു ചെറു സന്ദേശവുമായി കടന്നു വന്നു. ആമേൻ കാണുവാൻ തക്കവണ്ണം കേൾക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ലീനാമേരി കർത്താവേ സ്തോത്രം അവരോടും ഇത് കാണാൻ ഇടയായി തീർന്നു. രജനീഷ് കാണുവാൻ ഇടയായി തീർന്നു. കർത്താവേ ഹല്ലേലൂയ മറ്റു പലരും കടന്നുപോയി. എല്ലാവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കുന്നു. ഏതെല്ലാം വിഷയത്തിന് മുമ്പിൽ ഭാരപ്പെടുന്നുവോ അവർക്കെല്ലാം മറുപടി നൽകി മാനിപ്പാനോ ശക്തനായി തീർന്നിരിക്കുന്നത് കൊണ്ട് വാഴ്ത്തും. അവിടുത്തെ കൃപാശക്തി ബലം ദയ കരുണ മുറിക്കുന്നു. സകലരെയും അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ശ്രദ്ധിച്ച് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ വന്ദനം പറഞ്ഞ് ആമേൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.